പിഴവറിയിച്ചാൽ പഴിയൂ എന്നാണ് ചോദ്യം. സ്മൃതി, ആദ്യത്തെ 2 ദിവസത്തിൻ്റെ പ്രതികരണമല്ല, 3-ാം ദിവസം മുതൽ CPM നേതാക്കളുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭാഗത്തുനിന്ന് വരുന്നു. മുഖ്യമന്ത്രി തുടങ്ങി വെച്ചു, ബാക്കി നേതാക്കൾ അത് തുടരുന്നു. ഇന്ന് സജി ചെറിയാൻ അടക്കം അക്കാര്യത്തിൽ നിശിതമായ വിമർശനമാണ് നടത്തിയത്. ആരോഗ്യവകുപ്പ് മന്ത്രി ഈ നിമിഷം വരെയും ഹാരിസ് ഇറക്കലിനെ തള്ളി പറഞ്ഞിട്ടില്ല. പിഴവറിയിച്ചാൽ പഴിയോ? പിഴവറിയിച്ചാൽ പഴി തന്നെയാണ്, അതിൽ സംശയമില്ല. ഇപ്പോൾ ആദ്യത്തെ ദിവസം യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത് കുറേ കണക്കുകൾ വെച്ച് ഡോക്ടർ ഹാരിസിൻ്റെ വാദങ്ങളെ തള്ളിക്കളയാനാണ് ശ്രമിച്ചത്. കണക്കുകൾ വെച്ച്, അല്ലാതെ വ്യക്തിപരമായി ആക്രമിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. 2-ാമത്തെ ദിവസമായപ്പോഴേക്കും ആ ഡോക്ടർ എത്രത്തോളം നല്ല മികച്ച ഡോക്ടറാണ് എന്നുള്ള ഒരു ഫീഡ്ബാക്ക് ആരോഗ്യമന്ത്രിക്ക് കിട്ടിയിരിക്കണം. അതുകൊണ്ടാണ് ആ ഡോക്ടർ നല്ലതാണ്, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന രൂപത്തിലേക്ക് പ്രതികരണം മാറിയത്. നമുക്കറിയാം, ഇന്നലെ രാത്രി മുഖ്യമന്ത്രി ഒരു പൊതുപരിപാടിയിൽ നടത്തിയ പ്രസംഗം, അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി ആയാലും മന്ത്രി സജി ചെറിയാനായാലും, മന്ത്രി സജി ചെറിയാൻ്റെ പ്രതികരണമൊക്കെ ഒരു പനിയോ മരുന്നോ ഒക്കെ കുറവുണ്ടായിരിക്കാം എന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അദ്ദേഹം പറയുന്നത് ഇരിക്കുന്ന സ്ഥാനം, ആ സ്ഥാനം മനസ്സിലാക്കി വേണം പ്രതികരിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ആ ഉപദേശം കിട്ടിയത് നന്നായി. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം മന്ത്രി സജി ചെറിയാൻ നൽകുന്നു. പിന്നെ CPI നേരത്തെ പറഞ്ഞ പോലെ CPI വ്യത്യസ്തമായ നിലപാട് പറയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്നിപ്പോൾ നമ്മൾ ഈ വിഷയം തന്നെയാണല്ലോ 7 മണി ചർച്ച ചെയ്തത്. ഡിബേറ്റിൽ CPM പ്രതിനിധി പറയുന്ന കാര്യങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്ന കാര്യം, ഇപ്പോൾ ഡോക്ടർ ഹാരിസിനെതിരെ എന്തോ ചില വിവരങ്ങൾ, അല്ലെങ്കിൽ ഹാരിസിനെതിരായി ഉപയോഗിക്കാവുന്ന എന്തോ ആയുധങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആയുധങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പോൾ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് ഇന്നാണ് സമർപ്പിക്കുമെന്ന് പറഞ്ഞത്. ഇതുവരെ സമർപ്പിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ അതിലെ സൂചനകൾ എന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. ഇന്നിപ്പോൾ നോക്കൂ, ഈ വിഷയം എത്രത്തോളം ഗൗരവത്തോടെ, എത്രത്തോളം പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് പാർട്ടി മുഖപത്രം ഇതിനെ കൈകാര്യം ചെയ്ത രീതി. ആദ്യ പേജിൽ ഈ വിഷയം തന്നെയാണ്. എഡിറ്റ് പേജിൽ ആരോഗ്യ കേരളത്തിലും മാധ്യമ വേട്ട എന്നാണ് ആരോഗ്യമന്ത്രിയുടെ അഭിമുഖമായി കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ വിഷയം നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ്, ഇതിപ്പോൾ ഡോക്ടർ ഹാരിസ് അല്ല, മാധ്യമങ്ങളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇത് സർക്കാരിനെതിരായ വേട്ട എന്ന രൂപത്തിൽ തന്നെ വ്യാഖ്യാനിക്കുമായിരുന്നു. അപ്പോൾ ആ വിഷയം അതിനുശേഷം മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും കൂടുതൽ മെഡിക്കൽ കോളേജുകളിലെ പ്രശ്നങ്ങൾ, വാർത്തകൾ, പരമ്പരകളൊക്കെ വരുന്ന ഘട്ടത്തിലാണ് ഇതൊരു മാധ്യമ വേട്ട എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള മറുപടി വരുന്നത്. എഡിറ്റോറിയലാകട്ടെ ഇത് തിരുത്തലല്ല തകർക്കൽ എന്ന് പറയുന്നു. അതിൽ പറയുന്നൊരു വാചകം, ഉന്നയിക്കപ്പെട്ട ഒറ്റപ്പെട്ട പ്രശ്നം പരിഹരിച്ചു, ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള സത്വര നടപടികളിലേക്കും സർക്കാർ കടന്നു. എന്നാൽ ഇതിൻ്റെ പേരിൽ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖല ആകെ തകർന്നു എന്ന് പ്രചരിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ പ്രവർത്തനം താറുമാറാക്കാനുമാണ് പ്രതിപക്ഷവും അവരുടെ കുഴലൂത്തുകാരായ മാധ്യമങ്ങളും ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഭവിക്കുന്നത്? മെഡിക്കൽ കോളേജുകൾ പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ സ്വകാര്യ മേഖലയെ സഹായിക്കുന്ന രൂപത്തിലല്ല ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത്, നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ മെഡിക്കൽ കോളേജുകളിൽ എത്തുന്ന സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്ക് അവിടെ നിന്നും സൗജന്യ ചികിത്സയല്ല ലഭിക്കുന്നത്. അവർക്കിപ്പോൾ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ പുറത്തുനിന്നും മരുന്നായാലും ഉപകരണങ്ങളായാലും മേടിക്കേണ്ടി വരുന്നു. അവരുടെ കയ്യിൽ നിന്ന് പണം ചിലവാകുന്നു. അത് ലക്ഷം മുതൽ 10,000 വരെ, അല്ലെങ്കിൽ 30,000 വരെ. ഇതൊക്കെ ഓരോരുത്തരായി പറയുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്, ഞാൻ പറഞ്ഞു വന്നതാണ്, CPM പ്രതിനിധി പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പറഞ്ഞ ഉപകരണങ്ങൾ വാങ്ങാനുള്ള അനുമതി ഈ ആശുപത്രി പർച്ചേസിംഗ് സമിതി നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നും അത് പ്രകാരമാണ് ചൊവ്വാഴ്ച എത്തിയതെന്നും. കാരണം നമ്മളോട് ഇതുവരെ പ്രതികരിച്ചെന്താണ്, ഈ ഡോക്ടർ ഹാരിസ് പറയുന്നു, അത് പ്രകാരം അത് ഉടനെ ഓർഡർ കൊടുക്കുന്നു, ചൊവ്വാഴ്ച എത്തും എന്നുള്ള ഉറപ്പാണല്ലോ മന്ത്രിയിൽ നിന്നടക്കം നമുക്ക് കിട്ടുന്നത്. ഇന്നത് വേറൊരു നെറേറ്റീവിലേക്ക് മാറുകയാണ്. നേരത്തെ കൊടുത്ത ഓർഡറാണ്, ആ ഓർഡർ പ്രകാരം ചൊവ്വാഴ്ച തന്നെ കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ എന്തിനാണ് ഡോക്ടർ ഹാരിസ് അങ്ങനെ പറഞ്ഞത്? അതിലെന്തോ ദുരുദ്ദേശമുണ്ട്. ഡോക്ടർ ഹാരിസ് സ്വന്തം നിലയ്ക്കോ അല്ലെങ്കിൽ മറ്റാരുടെയോ നാവായിട്ടോ പ്രതികരിക്കുകയായിരുന്നു എന്ന രൂപത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നു. ഏതായാലും അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ രൂപത്തിലുള്ള പ്രതികരണത്തിലേക്ക് വരുന്നു. പിന്നീട് പറയുന്നത്, ആശുപത്രിയിൽ സൂപ്രണ്ടുണ്ട്, DD ഉണ്ട്, അപ്പോൾ അവരുടെയൊക്കെ പ്രതികരണങ്ങൾ ആണല്ലോ പ്രധാനമെന്ന് പറയുന്നു. പക്ഷേ ഈ ഡോക്ടറുടെ പ്രതികരണത്തിൽ തന്നെ പറയുന്നുണ്ട്, നേരത്തെ തന്നെ ഞാൻ മുകളിലേക്ക് പറയുന്ന മേലധികാരികൾക്ക് റിപ്പോർട്ട് നൽകി നേരിൽ സംസാരിച്ചു, ആവശ്യകത ബോധ്യപ്പെടുത്തി നടക്കാത്തത് കൊണ്ട് അവർക്ക് മുകളിലുള്ള അധികാരികളെ വിവരം അറിയിച്ചു. അങ്ങനെ പതിവ് മാർഗങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് എല്ലാ ദിവസവും ആശുപത്രിയിൽ എത്തുന്ന ഒരാളാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളത് തൻ്റേത് പ്രൊഫഷണൽ സൂയിസൈഡാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഒരു നടപടി ഉണ്ടാവുമെങ്കിൽ ഉണ്ടാകട്ടെ എന്ന രൂപത്തിൽ തന്നെ പ്രതികരിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മുകളിലുള്ളവരോട് സംസാരിച്ചിട്ടും നടക്കാത്ത കാര്യമാണ്. അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കുന്നു, അധികൃതരുമായി പിന്നീട് സംസാരിച്ചോ എന്ന് പറയുമ്പോൾ ഇല്ല, ആരുമായും സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് സംസാരിക്കാൻ, DMEയോട് സംസാരിക്കാൻ വലിയ താല്പര്യമില്ല എന്ന് പറയുന്നു. അവരുമായി നേരത്തെ ധാരാളം സംസാരിച്ചിട്ടുള്ളതാണ്, പരിഹാരം ഉണ്ടാകാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ വേണ്ടി വന്നത്. ആശുപത്രി സൂപ്രണ്ടിനും DMEക്കും ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയുമോ എന്ന് സംശയമുണ്ട് എന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഈ പറയുന്ന അന്വേഷണ സമിതി, ഈ പറയുന്ന ഡോക്ടർ ഹാരിസ് വിമർശനം ഉന്നയിച്ച ആളുകളിൽ നിന്നാണോ ഈ നിലപാടെടുത്തിരിക്കുന്നത്?
അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് നിലപാടിലേക്ക് എത്തുകയാണോ എന്ന് സംശയിക്കുന്ന കാര്യങ്ങളാണ് CPM പ്രതിനിധി പറഞ്ഞത്. അപ്പോൾ എന്തോ ഒന്ന് ഡോക്ടറെ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇത് UDF കാലത്ത് ഇത്രയാണ് കോട്ടങ്ങൾ, LDF കാലത്ത് എത്തിയപ്പോഴേക്കും അത് നേട്ടങ്ങളായി ഉയർന്നു, 0 നിന്ന് തുടങ്ങി എന്നൊക്കെയാണ് ആരോഗ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. ആ 0 നിന്ന് തുടങ്ങുന്നത് എങ്ങനെയാണ് പറയുന്നത്? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ. ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ UDF കാലത്തായിരുന്നു, അത് മാറി കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയതാണ്. കുടുംബാരോഗ്യ കേന്ദ്രം തുടങ്ങുന്നത് LDF സർക്കാരാണ്. അപ്പോൾ 0 നിന്ന് തുടങ്ങി എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിനു മുമ്പ് അത് ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല. അന്നുണ്ടായിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളായിരുന്നു. അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കിയത് LDF സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ 0 നിന്ന് തുടങ്ങി എന്ന കണക്ക് അവിടെ തെറ്റുകയാണ്. ഈ തരത്തിൽ പിന്നെ സൗജന്യ ചികിത്സയൊക്കെ തുടങ്ങിയത് ഇടത് സർക്കാരിൻ്റെ കാലത്താണെന്ന രൂപത്തിൽ പറയുകയാണ്. കാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ രൂപത്തിൽ പറയുമോ? അന്ന് കെ എം മാണിയുടെ പദ്ധതിയാണല്ലോ അത്. ഇപ്പോൾ കെ എം മാണിയുടെ മകൻ ഇപ്പോൾ LDFിനൊപ്പമാണ്. അപ്പോൾ കേരള കോൺഗ്രസ് എം അതിൽ എന്തിൽ പറയുന്നു എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. അത് മാറ്റി അതുകൊണ്ട് ഇൻഷുറൻസ് സ്കീമാക്കിയതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ സാധാരണക്കാരായ രോഗികൾ അനുഭവിക്കുന്നു എന്ന വിഷയം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കണക്കുകളുണ്ട്. ഇനി ഈ നേട്ടങ്ങളുടെ കണക്ക് പറയുമ്പോൾ നിയമസഭാ രേഖയിലുണ്ട്. KSP പദ്ധതിയിൽ 15,000 കോടിയുടെ കുടിശ്ശികയുണ്ട്. ഇതിൽ 1,203 കോടിയും സർക്കാർ ആശുപത്രികൾക്ക് നൽകാനുള്ളതാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഡോക്ടർ ഹാരിസ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് പറയുമ്പോൾ UDFിൻ്റെ കാലത്തെ കാര്യം പറഞ്ഞാൽ ഞങ്ങളത് അതിനേക്കാൾ വലിയ നേട്ടത്തിലാണ് എന്ന രൂപത്തിൽ പറയുന്നത് ശരിയാണോ എന്ന സംശയമുണ്ട്. ഇപ്പോൾ കഫീൽ ഖാനുമായി ബന്ധപ്പെട്ടൊക്കെ UPയുമായൊക്കെ താരതമ്യമോ കേരളത്തിനെ എന്ന് പറയുമ്പോഴും കഫീൽ ഖാനുമായി ബന്ധപ്പെട്ട് അന്ന് UP മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? UPയെ ഉത്തർപ്രദേശിനെ അപമാനിക്കുന്നു എന്നാണല്ലോ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നാടാകെ ചീത്തപ്പേരുണ്ടാക്കി, സർക്കാർ സംവിധാനത്തിന് ചീത്തപ്പേരുണ്ടാക്കി, അല്ലെങ്കിൽ കേരളത്തിന് അത് ചീത്തപ്പേരുണ്ടാക്കി എന്ന രൂപത്തിലാണ് പറയുന്നത്. ഉള്ള പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക, അത് പരിഹരിക്കാനുള്ള വഴി കാണുക. ഡോക്ടർ ഹാരിസ് പറഞ്ഞതിനെ അഭിനന്ദിച്ചുകൊണ്ട് അതിൽ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം ശരിയാണ്. ആ നടപടിയുടെ ഒരു തുടർച്ചയുണ്ടാകുക, ഇതാണ് കേരളം ആഗ്രഹിക്കുന്നത്. മറിച്ചുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്, നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ മറിച്ചുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ജനം എതിരാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം സാധാരണയായ രോഗികൾ ആശ്രയിക്കുന്ന സംവിധാനമാണ്. അവിടെ അവർക്ക് ചികിത്സയ്ക്ക് പുറത്തേക്ക് പോയി മരുന്ന് വാങ്ങേണ്ടി വരികയും ഉപകരണങ്ങൾ വാങ്ങേണ്ടി വരികയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഉപകരണങ്ങൾ വാങ്ങുന്നതിൻ്റെയൊക്കെ രേഖകൾ തൻ്റെ കയ്യിലുണ്ട് എന്ന് ഡോക്ടർ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എൻ്റെ കയ്യിൽ തെളിവുണ്ട്, അന്വേഷണം വന്നാൽ തെളിവ് കാണിക്കും. ഉപകരണം നൽകുന്ന കമ്പനികളുടെ നമ്പർ ഓരോ വാർഡിലും എഴുതി വെച്ചിട്ടുണ്ട്. ഒരു രോഗികളിൽ നിന്നും 1 രൂപയും കൈക്കൂലിയായിട്ടല്ല വാങ്ങി. ഇനിയിപ്പോൾ ആ പൈസ വാങ്ങി ഈ ഉപകരണങ്ങൾ മേടിച്ചതിനെയൊക്കെ ഒരു പക്ഷേ കൈക്കൂലിയായി വ്യാഖ്യാനിച്ചേക്കുമോ എന്ന സംശയം കൂടി വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഓർക്കണം. കഴിയുന്നിടത്തോളം ലഭ്യമായ മരുന്നുകളും ഉപകരണങ്ങൾ കൊണ്ട് നൽകാവുന്ന ചികിത്സ നൽകും. ആധുനിക ഉപകരണങ്ങൾ ആശുപത്രിയിലുണ്ട്, പക്ഷെ അവയുടെ ആക്സസറി കിട്ടുന്നില്ല. അത് വാങ്ങാൻ വലിയ വിലയാകുന്നു. ഒരു രോഗിക്ക് ഒറ്റയ്ക്ക് വാങ്ങാൻ പാടാണ്. അതുകൊണ്ട് ഒന്നിലധികം രോഗികൾ ചേർന്ന് കമ്പനിക്ക് തുക നൽകി വാങ്ങുന്ന ഉപകരണം ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തേണ്ട ഗതികേടിലേക്ക് ഇതേപോലുള്ള മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ എത്തുന്നു. ഈ നൽകുന്ന പണത്തിന് കമ്പനികൾ വൗച്ചർ നൽകാറുണ്ട്. മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റുള്ള രോഗികൾക്ക് ഞങ്ങൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ എഴുതി ഒപ്പിട്ട് നൽകാറുണ്ട്. ശ്രദ്ധിക്കണം, കാര്യങ്ങൾ സുതാര്യമാണെങ്കിലും ഇതൊന്നും നടക്കാൻ പാടില്ലാത്തതാണ്. അതായത് ചട്ടപ്പടിയിലല്ല അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതായിരിക്കാം അദ്ദേഹത്തെ പ്രതികൂട്ടിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ വിജിലൻസ് അന്വേഷണം വരാം. നമ്മളെ തേടിയെത്തുന്ന രോഗികൾക്ക് സേവനം നൽകാൻ വഴിവിട്ട മാർഗങ്ങളിലൂടെ പോകേണ്ടി വരുന്നത് വിഷമകരമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ആ വിഷമകരമായ വഴിയിലൂടെ പോയതിന് അദ്ദേഹത്തെ ചിലപ്പോൾ പ്രതികൂട്ടിലാക്കിയേക്കാം. പക്ഷേ ജനം അദ്ദേഹത്തിനൊപ്പം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.